പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സത്യസന്ധമായി ഭക്തിയോടുകൂടി വിശുദ്ധിയോടുകൂടി ഉടമ്പടി ചെയ്ത് തലമുറകൾക്ക് അനുഗ്രഹമാകാൻ ഞങ്ങളെ വിളിച്ചതിന് നന്ദി പറയുന്നു. കഷ്ടപ്പാടിന്റെ കാലത്ത് പുറപ്പാട് പുസ്തകം 2:24 അടിയൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് എന്റെ ഉടമ്പടി ഓർക്കുന്ന ദൈവമേ, ഉടമ്പടി അനുസരിച്ച് ജീവിക്കുവാൻ അങ്ങയുടെ കാരുണ്യം തലമുറകൾ തോറും ആർജിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മേല് അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് കഷ്ടപ്പാടിൻ്റെ കാലത്താണ് ദൈവം ഉടമ്പടി ചെയ്യണതെന്നും ഉടമ്പടി അനുസ്മരിക്കണമെന്നുള്ള വചനത്തിലാണ് നമ്മൾ എത്തിയത്. ഇപ്പം ലാസറിൻ്റെ അവസ്ഥ എന്താണ്? ലാസറിൻ്റെ കുടുംബത്തിനും കഷ്ടപ്പാടിൻ്റെ കാലം വരുമ്പോൾ കർത്താവ് എന്താ പറയണത് അതിനെക്കുറിച്ച്? അവിടെ ആണും തൂണും തുണയുമൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അയാളാണ് രോഗബാധിതനായി മരണപ്പെടാൻ പോകുന്നത്. ആ ഒരു കഷ്ടപ്പാടിൻ്റെ കാലത്ത് ആ ഒരു അവസ്ഥയെക്കുറിച്ച് കർത്താവിൻ്റെ കമൻ്റ് എന്താണ്? ഈശോ കഷ്ടപ്പാടിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മഹത്വത്തെക്കുറിച്ചാണ്. കഷ്ടപ്പാട് കാണുമ്പോഴേ കർത്താവ് ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുമെന്ന് പറഞ്ഞു. കഷ്ടപ്പാട് കാണുമ്പോഴേ അവിടുന്ന് മഹത്വത്തെക്കുറിച്ച് അനുസ്മരിക്കാം. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 11:4 വായിച്ച് 11:4. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അതാണ് യോഹന്നാൻ 11:4. ഇപ്പം ലാസറിൻ്റെ മരണം നമുക്കറിയാം ഏക വരുമാന മാർഗമാണ്. ആണും തുണയുമായ വീട്ടിലുള്ള ഒരാളാണ്. അദ്ദേഹമാണ് മരിച്ചു പോകാനുള്ള രോഗം വരുന്നത്. പക്ഷേ ഈശോ എന്നാ പറയണത്? ഈ രോഗം മരണകാരണമല്ല, മറിച്ചെന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്തിനും പിന്നെ എന്താണ്? തദ്വഴി തൻ്റെ ഏകജാതൻ മഹത്വപ്പെടാനും
ഉടമ്പടി ഭക്തൻ എന്ന് വെച്ചാൽ ദൈവസ്നേഹമുള്ളവന്, അല്ലാതെ ഭക്തിപാരവശ്യം കാണിച്ച് താഴെക്കിടന്ന് ഉരുളണമെന്നല്ല അർത്ഥം. ദൈവത്തോടും വിശ്വാസത്തോടും തൻ്റെ വിശുദ്ധിയോടുമൊക്കെ പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്നത്. ഇപ്പം അദ്ദേഹം വീടടിച്ചു വാരിയതൊരു ഭക്തകൃത്യമാണ്. അദ്ദേഹം കർത്താവ് വരാൻ പോകുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടടിച്ചു വാരി വൃത്തിയാക്കിയത് ഒരു ഭക്തകൃത്യമാണ്, ഭക്തികൃത്യമാണത്. ഒരു ദൈവത്തോടുള്ള ഒരു ആരാധനയാണ്. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഷ്ടപ്പാട് വന്നാൽ നിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഉടനെ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മ ഇല്ലെങ്കിൽ നീ എന്ത് പറയും? ഓ, ഇതെൻ്റെ വിധിയാണെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നീ എന്ത് പറയും? നമ്മുടെ വീട് ഇവിടെ നമ്മൾ ഇത് സ്ഥലം ആരോട് വാങ്ങിച്ചതല്ലേ, ഇതൊക്കെ പണ്ടിവിടെ മരിച്ചടക്കമുണ്ടായിരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കണമെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മളെന്ത് പറയും? ഇവിടെ കൂടെ തേരോട്ടം ഉണ്ടെന്നാണ് പറയണമെന്ന് പറയും. ഇതാ, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടിന് പല മണ്ടത്തരങ്ങളും സങ്കല്പങ്ങളും നമ്മൾ സൂക്ഷിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടാകുമ്പോൾ എന്ത് പറയും? അതാണ് വ്യത്യാസം. ലോകാത്മാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഞാൻ നാട്ടിൽ നമ്മുടെ സ്ഥലം ഒരു ഫ്ലോക്ക് സ്കൂൾ ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ഒരു മതിൽ കെട്ടി, ഒരു പേര് കെട്ടി. അപ്പോൾ അയൽവാസി വന്ന് ഞാൻ അവിടെ ഉള്ള സമയത്ത് എന്നോട് പറഞ്ഞ്, അച്ഛാ, ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ ആണ്, അതിന് ഒരു 10-20 അടി അകലെ എന്നാണ് പറമ്പ് പോണത്, അവിടെ നിന്ന് ഷീറ്റ് വെയിൽ പോണത്. അപ്പം അച്ഛൻ ഒരു ദൂരം വിട്ട് തരുവാന്ന് ചോദിച്ചു. കാര്യം ഇത് വീടിൻ്റെ വാതിക്കൽ വെയിൽ വന്നു കഴിഞ്ഞാൽ വീടിനത് ദോഷമാണ്. അപ്പം പിന്നെ അവരുടെ വീട്ടിൽ വരുന്ന ഓരോ പ്രശ്നത്തിനും ഈ വെയിലാണ് പ്രശ്നം കാരണമെന്ന് പറയും. അത് മനസ്സിലായില്ലേ? ഇതുപോലെ നിൻ്റെ വീട്ടിൽ നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടപ്പാടിനും എന്തോ മാനുഷികമായിട്ടുള്ള ഇടപെടലാണ്, അല്ലെങ്കിൽ വേറെ അസർപ്പകമായിട്ടുള്ള എന്തോ ഇടപെടലാണെന്ന് വെച്ചാൽ എന്ന് നീ പറഞ്ഞാൽ, ഇനി വിധിയാണെന്ന് പോലും നീ പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം നീ നയിക്കപ്പെടുന്നത് പക്ക ലോകാരൂപിയിലാണെന്നർത്ഥം. ലോകാരൂപി നയിച്ചാലോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പം ഈശോ എന്താ പറഞ്ഞിരിക്കണത്? ലാസർ രോഗിയാണെന്ന് പറയുമ്പോൾ അവൻ മാത്രമേ വരുമാന മാർഗമുള്ളൂ, 2 പെങ്ങന്മാരുണ്ട്, അവിടെ ജീവിതം അനാഥപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഈ രോഗം മരണകാരണമല്ല. പിന്നെന്താണ്? ഇതിൽ പിതാവ് ദൈവം മഹത്വപ്പെടുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ഏകജാതനും. അപ്പോൾ ഒരു വിഷയം, ഒരു കഷ്ടപ്പാട് വന്നാൽ ദൈവം ഉടമ്പടിയെക്കുറിച്ച് ഓർക്കുന്നു. അപ്പം നമ്മളെന്താ ഓർക്കേണ്ടത്? ദൈവം മഹത്വപ്പെടാൻ സമയമായെന്ന് ഓർക്കണം. പിടികിട്ടിയ ഉടമ്പടി രീതി അതാണ്. ഒരു ഇടക്കേട് സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമുക്ക് സങ്കടമാണ് വരണമെങ്കിൽ ഉടനെ ദൈവത്തിലെ നീ ഓർക്കണം. എന്താണ്? ദൈവം ഇതുവഴി മഹത്വപ്പെടാൻ സമയമായെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, യോഹന്നാന്റെ സുവിശേഷം 11:4 പ്രാർത്ഥിക്കുന്നു. ലാസറിന്റെ രോഗവിശേഷം കേട്ടപ്പോൾ തന്നെ അത് ദൈവമഹത്വത്തിന് കാരണമാകുമെന്ന് വിവേചിച്ചതുപോലെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെയും കഷ്ടപ്പാടിന്റെ കാലത്ത് ദൈവമഹത്വം കരയേറ്റാൻ പോകുന്നതിനെ അനുസ്മരിക്കാൻ ആവശ്യമായ ആത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. കഷ്ടതയുടെ കാലങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിച്ച് മഹത്വപ്പെടുത്തി മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയും ദൈവാനുസ്മരണവും.
ഉടമ്പടിയും ദൈവത്തിൻ്റെ മഹത്വവും തമ്മിലെല്ലാം പരിസരങ്ങളിലെ ഒരേ പരിസരങ്ങളിലുള്ള ദൈവാനുഭവമാണ്. ഉടമ്പടി ഉണ്ടായാൽ ദൈവം അനുസ്മരിക്കും. ദൈവം ഉടമ്പടി അനുസ്മരിച്ചാൽ ദൈവം അടയാളം കാണിക്കും. അടയാളം കാണിച്ചാൽ ആ അടയാളത്തിലൂടെ ദൈവം മഹത്വപ്പെടും. നമ്മുടെ കഷ്ടപ്പാട് മാറും. കഷ്ടപ്പാടും ഉടമ്പടിയും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കഷ്ടപ്പാടും ദൈവം മഹത്വവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 2:24 ഒന്നൊരു വായിച്ചേ. പുറപ്പാട് 2:24 ഒന്നൊരു വായിച്ചേ. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ദീനരോദനം ശ്രമിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ഉടമ്പടി ഓർമ്മിക്കുമ്പോൾ ആ ഉടമ്പടി ഓർമ്മിച്ചിട്ടാണ് അതിൻ്റെ പ്രകാരം വീണ്ടും മോശസുമായിട്ട് ഈ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം ഉടമ്പടി ചെയ്യുന്നത്. എബ്രാഹിമിക് ഉടമ്പടി, യാക്കോബിന് ചെയ്ത ഉടമ്പടി, അതിനുശേഷം ദൈവം പിന്നെ ചെയ്യുന്നത് ജോഷുവായിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവം മോസസുമായിട്ട് ഉടമ്പടി ചെയ്യും. മോസസുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ വലിയ മഹത്വത്തിൻ്റെ ഒരു കാലമാണ് വിരിയാൻ പോകുന്നത്. ഒരു മഹത്വത്തിൻ്റെ വസന്തകാലം. അതിൻ്റെ അടയാളം കാണിക്കും. ഈ ഉടമ്പടിയിൽ എന്തെല്ലാം മഹത്വ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ അടയാളം ആദ്യമേ അത് കഷ്ടപ്പാടിൻ്റെ കാലത്താണ്. അബ്രാഹത്തിൻ്റെ ഉടമ്പടിയെ ഓർത്തു, ഇസഹാക്കിൻ്റെ ഉടമ്പടിയെ ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചെയ്യണത് എന്താണ്? മോസസുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. മോസസുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? തൻ്റെ സീനായ മലമുകളിൽ ദൈവം മഹത്വരൂപനായി എഴുന്നള്ളൂ. കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ പ്രാഭവത്തിൽ പുറപ്പാട് 24:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 24:17 മലമുകളിൽ എന്ന് പറഞ്ഞ മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേല്യർക്ക് കാണപ്പെട്ടു. ദൈവത്തിൻ്റെ സാന്നിധ്യം വരുന്നത് മഹത്വത്തിലാണ്. ഉടമ്പടിയും കഷ്ടപ്പാടും ഉടമ്പടിയും മഹത്വവും കണക്കിന് പോണതാണ്. സാക്ഷ്യം ഇവിടെ അങ്ങനെയല്ല സംഭവിക്കണത്. നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് നിങ്ങളൊന്ന് ഉടമ്പടി ചെയ്യുന്നു, ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങളൊന്ന് സാക്ഷ്യം പറയുന്നു. അങ്ങനെ ഇത് കണക്റ്റഡാണ്. കഷ്ടപ്പാടും ഉടമ്പടിയും. കഷ്ടപ്പാട് കഴിയുമ്പോൾ ഉണ്ടാകുമ്പോൾ അടുത്ത നടപടി എന്താണ്? ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി എന്താ? ദൈവമഹത്വം. നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ്. പക്ഷേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാക്ഷ്യം പറയാതെ അനുഗ്രഹം അടിച്ചു മാറ്റാവുന്ന എങ്ങാനും നിങ്ങൾക്ക് തോന്നിയാൽ അത് പിശാച് തോന്നിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ നമുക്കറിയാവില്ല. ഞാൻ എപ്പോഴും പറയും, ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. ഇനി നിങ്ങളുണ്ട്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. നാളെ കാലം ദൈവതിരുസന്നി വരുമ്പോൾ എല്ലാം കുളവാകും. കാര്യം ദൈവത്തിന് അറിയാം നിങ്ങൾ ഉടായിപ്പാണ്, കള്ളവാണ്. സ്വന്തമായിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റിയിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സാക്ഷ്യപ്പെടുത്താതെ ചുളിവിൽ മുങ്ങി നടക്കത്തില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യത്തിൻ്റെ മുങ്ങൽ വിദഗ്ധന്മാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കുറച്ച് അധികം നീന്താൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ കൈയും കാലം തളരാൻ സാധ്യത ഉണ്ടാകും. വെറുതെ അതാണ് ഞാൻ ആലപ്പുഴ വന്ന് എന്തിനാണ് പണി മേടിക്കണമെന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യം. അല്ല, ഉടമ്പടി വെച്ചാൽ ലൈറ്റ്നിങ് പോലെയുള്ള എക്സ്പീരിയൻസ്. പക്ഷേ അതുപോലെ തന്നെ നീ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടാം. കാര്യം ഇതിൻ്റെ ക്രമം അങ്ങനെയാണ്. ആദ്യം കഷ്ടപ്പാട്, പിന്നെ ഉടമ്പടി, പിന്നെ മഹത്വം. ഇപ്പം തന്നെ ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ മഹത്വത്തിന് മലയിൽ ദൈവത്തെ ഒന്നിനു വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 24:16. പുറപ്പാട് 24:16-17. കർത്താവിന്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു. അന്ന് പറഞ്ഞ കർത്താവിന്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു.
ഏഴാം ദിവസം മേഘത്തിൽ നിന്ന് മോശെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു. ഇസ്രായേലിയർക്ക് കാണപ്പെട്ടു. അപ്പോഴേ മഹത്വം കാണപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഉടമ്പടി. ഉടമ്പടി മോശസുമായി ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പാണ് മഹത്വം വെളിവാകണത്. ഇത് ഏത് മഹത്വമാണ്? പിതാവായ ദൈവത്തിൻ്റെ സ്വർഗീയ മഹത്വമാണ്. ഈ മഹത്വമാണ് യേശുക്രിസ്തുവിലേക്ക് വഴിഞ്ഞ് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിലേക്ക് ഈ മഹത്വമാണ് വഴിഞ്ഞ് ലഭിക്കുന്നത്. അതാണ് ലൂക്ക യോഹന്നാൻ്റെ സുവിശേഷം 1:14 പറയും. വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 1:14. യോഹന്നാൻ 1:14. വചനം മാംസമായി എന്ന് പറഞ്ഞ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ കറക്റ്റ് ഉടമ്പടി, മരിയൻ ഉടമ്പടിയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്താ സംഭവം? സീനായ മലമുകളിൽ കണ്ട ദൈവത്തിൻ്റെ വെട്ടിത്തിളക്കവും മഹത്വത്തിൻ്റെ വെട്ടിത്തിളക്കവും, ആ തിളക്കം തന്നെ വചനം, ആ വചനം തന്നെയാണ് മാംസമായി നമ്മുടെ ഇടയിൽ ക്രിസ്തുവായി ജനിക്കണത്. ആ ക്രിസ്തുവിൽ വിളങ്ങണ എന്താ? പിന്നെ പിതാവിൻ്റെ എന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1:14 ശ്രദ്ധിക്കട്ടെ. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു എന്ന് പറഞ്ഞ് അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ പിതാവിന്റെ ഏകജാതന്റെ മഹത്വം, ഈ മഹത്വമാണ് പത്രോസ് മറുരൂപ മലയിൽ കാണുന്നത്. മറുരൂപ മലയിൽ കർത്താവ് മഹത്വപ്പെട്ടില്ലേ? നമ്മൾ 2 പത്രോസിൻ്റെ 1:17-18 കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 പത്രോസ് 1:17. 2 പത്രോസ് എന്ന് പറഞ്ഞ 2 പത്രോസ് 1:17 പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് അവന്റെ അടുത്ത് വരികയും ചെയ്തു. അപ്പം ഏകജാതൻ്റെ ആ മഹത്വമാണ്, പിതാവിൻ്റെ മഹത്വമാണ് മറുരൂപ മലയിലെ ഏകജാതനിൽ നമ്മൾ കാണുന്ന രൂപാന്തരീകരണം വരെ സംഭവിക്കുന്നത്. ഈ മഹത്വം ഏകജാത യോഹന്നാൻ 1:14 പറയുന്ന ഏകജാതനിലെ മഹത്വമാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ, മരിയൻ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്ന മഹത്വം. എന്താ കാര്യം എന്നറിയാമോ? ഈ ഏകജാതൻ്റെ മഹത്വം പുറപ്പാട് 24:17 മഹത്വം, യോഹന്നാൻ 1:14 ഏകജാതൻ്റെ മഹത്വം, 2 പത്രോസിൻ്റെ 1:17 മറുരൂപമരിയിൽ ഈശോ അനുഭവിച്ച ആ ദൈവിക പ്രാഭവ മഹത്വം, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാനായിൽ കാണുന്നത്. കാനായിൽ എന്താ കാണുന്നത്? കാനായിലെ കൽഭരണിയിലെ ഉടമ്പടിയുടെ പ്രമേയം അതാണല്ലോ. കാനായിലെ കൽഭരണിയിലെ ആ ജലവിധാനത്തെ നിഴലിച്ച് വെള്ളത്തെ വീഞ്ഞാക്കുന്ന മഹത്വം എന്താ? അതിന് അടയാളം എന്നാ പറയുന്നത്, മഹത്വത്തിൻ്റെ അടയാളമാണ്. വീഞ്ഞാകുന്ന അത്ഭുതം എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ അടയാളമാണ്. നീ ഉടമ്പടിയിൽ ഒരു അനുഭവം നിനക്കുണ്ടായാൽ അത് മഹത്വത്തിൻ്റെ അടയാളമാണ്. അതാണ് യോഹന്നാൻ 2:11. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച എന്ന് പറഞ്ഞ് യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അതായത് കാനായിലെ അത്ഭുതം നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത് അറിയാവോ? എവിടുന്നാണ് തുടങ്ങിയത്? കഷ്ടകാലത്ത് ദൈവം മനുഷ്യൻ്റെ ഉടമ്പടി ഓർക്കുന്നു. പഴയ ഉടമ്പടി ഓർത്തുകൊണ്ട് പുതിയ ഉടമ്പടി അവനുമായിട്ട് പുതുക്കിക്കൊണ്ട് മോശത്തിന് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം മഹത്വമാണ് പ്രകാശിപ്പിക്കുന്നത്. ആ മഹത്വമാണ് ഏകജാതൻ ലഭിക്കുന്നത്. ആ ഏകജാതൻ്റെ മഹത്വത്തെ മനുഷ്യൻ്റെ നന്മയ്ക്കും കണ്ണീരിന് പരിഹാരമായിട്ട് ഒരു കുടുംബത്തിന് അപമാനം സംഭവിക്കാൻ പോകുന്ന വീഞ്ഞില്ലാത്ത കാനായിലെ കല്യാണ അവസരത്തിൽ അവിടെ കണ്ണുനീർ തുടക്കാൻ വേണ്ടി ഈ ഏകജാതത്തിൻ്റെ മഹത്വത്തിൻ്റെ മാധ്യസ്ഥയായിട്ടാണ് മറിയം അവിടെ മാധ്യസ്ഥം വഹിക്കുന്നത്. അപ്പം മറിയം ആരാണ്? മഹത്വത്തിന്റെ മാധ്യസ്ഥയാണ്. കൈയടിച്ച് കർത്താവിനെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ഉടമ്പടിയുടെ അമ്മ മഹത്വത്തിൻ്റെ മാധ്യസ്ഥയ്ക്കാണ് നിങ്ങൾ അമ്മയെ മാധ്യസ്ഥമായിക്കൊണ്ട് ഉടമ്പടി ചെയ്യുന്നത്. ഉടമ്പടി ലക്ഷ്യമെന്താണ്? മഹത്വമാണ്. ദൈവം മഹത്വപ്പെടണം നിങ്ങൾ വഴി. അതിന് അമ്മ ഒരു മാധ്യസ്ഥയാകുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇത് മഹത്വത്തിൻ്റെ പദ്ധതിയാണ്. മറിയം മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുമ്പോൾ മറിയൻ ഉടമ്പടി ഒരു മാധ്യസ്ഥ പദ്ധതിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ദൈവമഹത്വത്തിന്റെ മാധ്യസ്ഥ പദ്ധതിയായി ഉടമ്പടി നൽകിയതിന് നന്ദി പറയുന്നു. കഷ്ടപ്പാടിന്റെ കാലത്ത് അങ്ങ് ഞങ്ങളോട് ചെയ്ത ഉടമ്പടിയെ അനുസ്മരിക്കുന്ന ദൈവമേ, സീനായ മലമുകളിലെ പിതാവിന്റെ മഹത്വമേ, താബോർ മലയിലെ ഏകജാതന്റെ മഹത്വമേ, കാനായിലെ കല്യാണ വിരുന്നിലെ മഹത്വത്തിന്റെ മാധ്യസ്ഥയായ മറിയമേ, ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. അടയാളങ്ങൾ നൽകി മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുന്നതിനായി മഹത്വത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണി
മണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞ കൈ ഉയർത്തടിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ്റെ മനുഷ്യപ്പകർച്ച, മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ഏറ്റവും വലിയ ദൈവിക ആനുകൂല്യമാണ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഓർത്തു പോയിട്ടുണ്ടേ, ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ കിടക്കുന്ന ഈ ബൾബില്ലേ, ഇതൊക്കെ ഈ ബൾബൊക്കെ ചില 40 വാട്ട് വോൾട്ടേ ഉള്ളു, 40 വോൾട്ട്. ചിലത് 100 വോൾട്ട് ഉണ്ടാവും. ഇപ്പം 100 വോൾട്ടിൻ്റെ ബൾബ് കുറവാണ്. വോൾട്ട് ചെറിയതാണ്. നമുക്ക് വീടുകളിലൊക്കെ ഡൊമസ്റ്റിക് കണക്ഷനിലേക്ക് വരുന്ന 230 വോൾട്ടല്ലേ. ഈ മഹത്വത്തിൻ്റെ വോൾട്ടിനെ കുറിച്ച് ഞാൻ ചില സമയം ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 24:17 വായിച്ചത് എന്താണ്? അത് മഹത്വത്തിൻ്റെ മലയിൽ മഹത്വത്തിൻ്റെ തീ ജ്വലിക്കുന്നില്ലേ? ഈ സ്വർഗീയ മഹത്വത്തിൻ്റെ തീയാണ് നമ്മൾ യോഹന്നാൻ 1:14 ഏകജാതൻ്റെ മഹത്വമായി നമുക്ക് ടാൻജിബിളായി മാറുന്നത്, സ്പർശ്യമായി മാറുന്നത്. ഈ മഹത്വം തന്നെയാണ് പിന്നീട് കാനായിലെ കല്യാണത്തിന് മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി ജലവിധാനത്തിൽ തെളിയണതും ഈ മഹത്വം തന്നെയാണ്. ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ഡൗൺ ദൈവം എന്താ ചെയ്തതെന്നൊക്കെ വലിയ പിടിയുണ്ടോ? നമുക്ക് ഒരു ജന്മം നിന്ന് കരഞ്ഞു പോകും ദൈവം ചെയ്തത്. കാരണം മോസസ് എന്താ ചെയ്തത്? മോസസ് ജനങ്ങളോട് പറഞ്ഞത്, ജനങ്ങൾ മോസസിനോട് പറയുന്നു, മൂടുപടം നിൻ്റെ മുഖത്തുനിന്ന് മാറ്റരുത്, ഞങ്ങൾ മരിച്ചു പോകും. ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടേ Take the word of God. Sudhikata hallelujah. Hallelujah, 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 hallelujah. Yeshua nandi hallelujah. Yeshua nandi hallelujah, hallelujah, hallelujah. Yeshua nandi hallelujah, hallelujah. Yeshua nandi kartav nandi hallelujah. Yeshua aradhana aradhana aradhana. Yeshua nandi hallelujah, hallelujah, hallelujah. Sudhikata hallelujah. Hallelujah, 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 hallelujah. Yeshua nandi hallelujah. Yeshua mahatma kartav aradhana aradhana. ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറും ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറും ചായുന്നു ഞാൻ. പുറപ്പാട്
20:19. പുറപ്പാട് 20:19. അവർ മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ. അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. അപ്പോഴും നേരെ പോലും നോക്കാൻ പറ്റാത്ത മോസസ് പോലും ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടൊരു മുഖത്തിൽ തൂവാലയിട്ടാൻ നോക്കണത്. ഈ അപ്രാപ്യമായ മഹത്വമാണ് നമ്മൾക്ക് സ്പർശ്യമായിട്ട് ഏകജാതനിലേക്ക് വചനം മാംസമായി ദൈവം നമുക്ക് സ്പർശ്യമായി തരുന്നത്. അത് കാരുണ്യമാണ്. ഇറ്റ് ഈസ് ബിക്കോസ് നോട്ട് ഓഫ് അവർ മെരിറ്റ്. ദൈവത്തിൻ്റെ അപ്രാപ്യവും അചുംബനീയമായ മഹത്വത്തെ ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ നമ്മൾക്ക് സ്പർശിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി. മറിയം അത് നമ്മുടെ ജീവിതാവസ്ഥയിലേക്ക് മഹത്തെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെക്കുന്ന പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് കേൾക്കില്ലേ? അതായത് ഇടുക്കിയിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എന്ത് മാത്രമാണ്? ഏതാണ്ട് 870 മെഗാവാട്ടാണ്. 870 മെഗാവാട്ട്. ഞാൻ എവിടെയോ പണ്ട് വായിച്ച ഓർമ്മയാണ്. നമുക്ക് ഒരു കേരളത്തിന് ഡൊമസ്റ്റിക് വീടുകളിൽ കത്തിക്കാൻ വേണ്ടി ഒരു 5.7 കിലോ വാട്ട് മതി. 1000 കിലോ വാട്ടാണ് ഒരു മെഗാവാട്ടെന്ന് ഓർക്കണം. ഇതാണ് പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് നമ്മുടെ വീട്ടിൽ 230 വോൾട്ടായിട്ട് കൊണ്ടുവരണത്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാവോ? ഇപ്പം കേട്ട വചനമില്ലേ? പുറപ്പാട് 20:19. ജനങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സ്പർശിക്കാൻ പറ്റാതെ ഭയപ്പെട്ടിട്ട് മോസസിനോട് സംസാരിക്കാൻ പറയുകയാണ്. ഞങ്ങളോട് ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ച് വീഴുവന്നു. ഈ അപ്രാപ്യമായ മഹത്വത്തെയാണ് ഈശോ മനുഷ്യാവതാരത്തിലൂടെ യോഹന്നാൻ 1:14 ഏകജാതിൻ്റെ മഹത്വത്തിലേക്കും അതേസമയം തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 17:1-2 വചനങ്ങളുടെ മറുരൂപമലയുടെ മഹത്വത്തിലേക്കും 2 പത്രോസിൻ്റെ 1:18 മറുരൂപമലയിലെ മഹത്വത്തിലേക്ക് റെഡ്യൂസ് ചെയ്യണത്. പ്രാപ്യമായി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് ചെറുതാക്കി വോൾട്ടേജ് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടുവന്നെ കണ്ടില്ലേ? ഈ ഏകജാതൻ്റെ ശക്തിയും പത്രോസ് പോലും കണ്ടിട്ട് ഭയപ്പെട്ടു പോയതാണ്. എന്നിട്ട് വെളിവ് പോയി പത്രോസിൻ്റെ. നമ്മളിവിടെ ആയിരിക്കണത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് നിലവിട്ട് സംസാരിക്കുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ മഹത്വവും മനുഷ്യൻ കണ്ടാൽ പോലും നിലവിട്ട് പോകുന്ന ആ മഹത്വത്തെ മറിയം ഒരു ജീവിത ആവശ്യത്തിന് വേണ്ടി ഒരു കല്യാണ വീട്ടിലെ കുടുംബത്തിൽ വന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ കണ്ണീര് കണ്ടപ്പോൾ ഈ ഏകജാതിൻ്റെ മഹത്വത്തെ ഒരു കുടുംബത്തിന് വേണ്ടി മറിയം കൺവേർട്ട് ചെയ്യുന്ന കാണാം. മറിയത്തിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർ വെച്ചിട്ട് പവർ കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിന് വചനം മഹത്വത്തിൻ്റെ അടയാളം എന്ന് വിളിക്കുന്നത്. മറിയമാണ് മഹത്വത്തിന് മധ്യസ്ഥ. യോഹന്നാൻ 1:2-11 ശ്രദ്ധിക്കട്ടെ. വലിയ മത്സര വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. നിന്റെ മഹത്വം മരിയൻ മധ്യസ്ഥത്തിലൂടെ ഞങ്ങൾക്ക് പ്രകടമാക്കുന്നതിന്, ഉടമ്പടിയിലൂടെ പ്രകടമാക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ
സിംഹാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ. യോഹന്നാൻ 2:11. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് ഓക്കെ പറഞ്ഞേ, വായിച്ചേ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അടയാളങ്ങളുടെ ആരംഭം കുറിച്ചത് ആരാണ്? അമ്മയാണ്. ഇന്ന് കൃപാസനത്തിൽ നിന്ന് ഇങ്ങനെ തോരാത്ത സാക്ഷ്യങ്ങളല്ലേ. ഇപ്പം നമ്മൾ സകല സമയ സാക്ഷ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞ ചാനലിടെ ആരംഭിക്കുക. സകല സമയം 24 മണിക്കൂറും ലൈവായിട്ട് സാക്ഷ്യം കേൾക്കാം. കാര്യം അത്ര കണ്ട് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഏതാണ്ട് 8000-ഓളമാണ് അപ്പ് ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നത്. 8000-ഓളം സാക്ഷ്യങ്ങൾ. 8000 സാക്ഷ്യങ്ങളും അപ്പോൾ പലർക്കും സങ്കടമാണ്. ഞങ്ങൾ വന്ന് സാക്ഷ്യം പറഞ്ഞു, എന്നിട്ട് അച്ഛൻ ഞങ്ങളുടെ സാക്ഷി ഇട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. പക്ഷെ അതല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. യേശു പ്രവർത്തിച്ച, അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായി സംഭവിച്ചത്. അതിങ്ങനെ പിന്നെ അത് ആരംഭം മാത്രമാണ്, അറ്റവും അറുതിയും ഇല്ലാതെ ഇങ്ങനെ നീളുന്ന സാക്ഷ്യമാണ്. നമുക്ക് എല്ലാ ദിവസവും ഇനി ലൈവായിട്ട് സാക്ഷ്യം ഉണ്ടാവും. 24 രാവിലെ 6 മണി തൊട്ട് രാത്രി 6 വൈകുന്നേരം 6 മണി വരെ, വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ നിരന്തര സാക്ഷ്യം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ട് അഭിഷേകം പ്രാപിച്ച് ഉടമ്പടി ശക്തി പ്രാപിച്ച് ഈ ശുശ്രൂഷകളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഷെയർ ചെയ്യണം. അനേക മക്കളിലേക്ക് വിശ്വാസത്തിൽ നിലനിർത്താനും പ്രതിസന്ധികളെ അതിജീവിക്കാനും കഷ്ടപ്പാടിൻ്റെ കാലത്ത് കണ്ണീരിൻ്റെ സമാധാനവുമായി ഉടമ്പടിയുമായി വരും ദൈവത്തിൻ്റെ മഹത്വം മറ്റു ജനങ്ങളുടെ കൈമാറാൻ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ആരാധന സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. എത്രയോ ആയിരങ്ങൾ ആശ്വാസം പ്രാപിച്ച് സാക്ഷ്യം പറഞ്ഞ സ്ഥലത്താണ് നിങ്ങളെ ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമായിട്ട് എൻ്റെ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ എന്നെ വിശുദ്ധമായി മണ്ണിൽ കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. അപ്പം ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന് 2 ദിവസം മതി നിങ്ങളുടെ ഓരോ വിഷയത്തിൻ്റെ മേലും തീരുമാനമെടുക്കാൻ. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിച്ചിറക്കാൻ ചിലപ്പോൾ 200 ദിവസം വേണ്ടി വരും. അതാണൊരു പ്രശ്നം. ആ പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എടുക്കുന്നതിലൂടെ കർത്താവിന്റെ ദയയ്ക്ക് പാത്രീഭൂതരാകുക. യേശുവേ കൃപയാകണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നിങ്ങൾ രോഗമുള്ളിടത്തെല്ലാം കൈവച്ച്, നിങ്ങൾക്ക് തന്നെ രോഗം ഉണ്ടാവണം നിർബന്ധമില്ല. അവിടുന്ന് തൻ്റെ തലമുറകൾ തോറും
തൻ്റെ ഭക്തരുടെ കാരുണ്യം തലമുറകൾ തോറും നൽകുന്ന. അപ്പം നിങ്ങളുടെ മക്കൾക്കും കൂടപ്പിറപ്പുകൾക്കൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക. രോഗമുള്ളത് ഇവിടെ അച്ഛൻ രോഗികളെ ഞാനിങ്ങനെ ജനറലായിട്ടാണ് പ്രാർത്ഥിക്കണത്. അപ്പോൾ എൻ്റെ മക്കൾ 1, 2, 3 രോഗമൊക്കെ ഉണ്ടെങ്കിൽ കൈകൾ മാറ്റി, ശരീരത്തിൽ കൈകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അതറിയാത്തവർ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ശ്രുതിക്കട്ടെ. നല്ലവനായ ഈശോയെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസനം അൽത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, ഓരോ മക്കളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ഓൺലൈനായിട്ടും കർത്താവെ കൃപാസനത്തിലും പ്രാർത്ഥിക്കുമ്പോൾ അവർ ശരീരത്തിൻ്റെ വിവിധമായ സ്ഥലങ്ങളിൽ കൈകൾ മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ രോഗമുള്ളിടത്തെല്ലാം PCOD രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. അതുപോലെ തന്നെ പിസ്തുല രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. ഹൃദയ രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കരട് രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കിഡ്നി രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. സ്പോണ്ടിലോസിസ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. മെനിഞ്ചൈറ്റിസിന് അസുഖമുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ. കണ്ണ് കാഴ്ചയില്ലാത്തവർ, മൂക്കിന് അഡിനോയിഡിൻ്റെ രോഗമുള്ളവരെ, അതിന് ഓപ്പറേഷൻ ചെയ്യുന്നവരെ സ്പർശിക്കണേ കർത്താവെ. അങ്ങനെ ഓരോ മക്കളും കൈ പൊക്കാൻ പാടില്ലാത്ത, നീതി കെട്ടുന്നവരെ, നീർക്കെട്ടിൻ്റെ രോഗമുള്ളവരെ, നീരിറക്കമുള്ളവരെ എല്ലാവരും സ്പർശിക്കർത്താവെ. ഈശോയെ, ഈശോയെ, ഓരോരോ ശ്വാസകോശ രോഗികളെ, വിധവ മക്കളില്ലാത്തവരെ, അതുപോലെ കിഡ്നി രോഗികളെ എല്ലാവരെയും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, മാരക രോഗങ്ങൾ, തിരാവേദികൾ, പറയാത്ത രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രതിഷേധത്തിന്റെ സാക്ഷികളായി അവർ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മഹത്വം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, രോഗികളുടെ പ്രാർത്ഥന തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ജോലിയില്ലാത്തവരെ. ഇന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതല്ലേ, ജോലിയില്ല. കോൺട്രാക്ടർമാർ വരെ വർക്ക് കിട്ടാതെ ഓരോ ലോബികളൊക്കെ വന്നിട്ട് സംസ്ഥാനത്തിന് വർക്ക് അടിച്ചു മാറ്റിയിട്ട് പഴയ കോൺട്രാക്ടർമാരും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ വഴിയാധാരമായി ബാങ്കിൽ പലിശ കൂടി ജപ്തിയായി. എന്തുമാത്രം, അതായത് ഭരണകൂടം തന്നെ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള തൊഴിൽ ദാരിദ്ര്യം മൂലം ഉണ്ടാകുന്ന എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് നമ്മൾ സമൂഹം അനുഭവിക്കുന്നത്. ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. ജോലിയില്ലാത്തവരുടെ കൂടെ തന്നെ പരീക്ഷ എഴുതി നിൽക്കുന്നവരെ, റാങ്ക് ലിസ്റ്റിലുള്ളവർ, വിളിക്കപ്പെടാത്തവർ, റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവർ, അവരുടെ വയസ്സ് കവിയാൻ പോകുന്നവർ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കടകൾ പൂട്ടിപ്പോയവരെ, കടകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് പോലും വാടക കിട്ടാത്തവരെ, കട ഒഴിയാത്തവരെ,
കേസായിപ്പോയവർ, സ്ഥലങ്ങൾ കേസിലായിപ്പോയവർ, വിൽക്കാൻ പറ്റണില്ല, കേസ് തീരണയില്ല, അങ്ങനെ അകപ്പെട്ടു പോയവർ, വിവാഹം ഒത്തുവരാത്തൊരു വിവാഹം നടക്കാത്തൊരു നടന്ന വിവാഹത്തിൽ കുരുക്കിൽ വീണ് പോയവർ, എല്ലാവരും കണ്ണീരോടെ ആൽത്താറയിൽ അമ്മയോട് ചേർന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. എല്ലാ മക്കളുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മധ്യസ്ഥം വഹിക്കണമേ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ അമ്മ മധ്യസ്ഥയാകണമേ. ദൈവമഹത്വത്തിൻ്റെ മധ്യസ്ഥയെ കർത്താവേ, എല്ലാ മക്കൾക്ക് അടയാളം ലഭിച്ചുകൊണ്ട് സാക്ഷ്യമായിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അമ്മ അടയാളമാകണമേ. അമ്മ മഹത്വത്തിന്റെ മധ്യസ്ഥയാകണമേ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. ഗിഫ്റ്റ് നടപടിയിൽ ഇരിക്കുന്ന മക്കളെ, ഒരു പൊമ്പഴിയും കാണാതിരിക്കുന്ന മക്കളെ, പണം കൊടുത്തിട്ട് പണം കുടുങ്ങിപ്പോയവര്, അന്യൻ്റെ കൈകളിൽ അകപ്പെട്ടിരിക്കണം, അന്യാധീനപ്പെട്ടു പോയ പണം, അവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവര്, എന്ത് മാർഗമെന്നറിയാതെ അന്താളിച്ച് ജീവിക്കുന്നവര്, വിദേശ രാജ്യങ്ങളിൽ ജയിലിലായിപ്പോയവര്, പല കേസുകളിലും കള്ളക്കേസ് അകപ്പെട്ട് ജീവിതം കുരുങ്ങിപ്പോയവര്, വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവര്, എത്ര മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ച് ശരീരത്തിനേക്കാത്തവര്, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ ശക്തി അതിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവമേ, നീ മറിയത്തിൻ്റെ മാധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെട്ട പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും വഴി അടയാളങ്ങളിലൂടെ സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. ഭവനരഹിതര്, വഴിയില്ലാത്തവര്, വഴി തടസ്സമുള്ളവര്, വിദേശ ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നവര്, വിദേശത്ത് പോയിട്ട് വേണ്ടത്ര ജോലി കിട്ടാതെ മിസ്സായി പോയിട്ട് ഡേറ്റ് തീരാൻ പോകുന്നവര്, അവിടെയുള്ള ചെലവിന് മാത്രം ജോലി ഉണ്ടാകുകയും കടം പരിഹരിക്കാൻ പറ്റാത്ത ചെറിയ ജോലിയിൽ കുരുങ്ങിപ്പോയിരിക്കുന്നവര്, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇനി എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക മൗനമായി. മുട്ടയ്ക്കുക. സമാപന ആശീർവാദം. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ആ വിഷയങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിലൂടെ വെളിപ്പെട്ടതുപോലെ അവിടുത്തെ മഹത്വത്തിൻ്റെ വലിയ ഉപകരണമാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച്
നമുക്ക് ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ സ്തുതി. താങ്ക് യു ജീസസ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,